ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ അരുണും ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുന്നത് കേട്ടോ. നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴക്കാരായിട്ടും കൂടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ പനങ്കരിക്ക് വിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ വന്നിട്ട് ജസ്റ്റ് പനങ്കരിക്ക് ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പനങ്കരിക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പനങ്കരിക്ക് വാങ്ങിച്ചു. 4 പീസിന് 100 രൂപ പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല മഴ പെയ്തു കേട്ടോ. ആ സമയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ആ മഴയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ആലപ്പുഴ എത്തി. ഇവിടുന്ന് കുറച്ച് ദൂരമേ നമ്മുടെ ലൈറ്റ് ഹൗസിലേക്ക് പോകാനായിട്ട്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഹൗസിനടുത്തേക്ക് എത്തി. ലൈറ്റ് ഹൗസിൻ്റെ ബോർഡ് സംഭവങ്ങളൊക്കെ കാണുന്ന റേറ്റും സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിത് അകത്തേക്ക് കയറി. കുഞ്ഞ് നല്ല ഉറക്കമാണ്. മഴ പെയ്തപ്പോൾ തന്നെ കൊച്ചു നല്ല ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അഡൾട്ട്സിന് 20 റുപ്പീസാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. നമ്മൾ അകത്തേക്ക് എൻ്റർ ആകാൻ നേരത്ത് ചെറിയൊരു ഗാർഡനും പാർക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. തൊട്ടടുത്ത് നമ്മുടെ നിൽക്കുന്ന ലൈറ്റ് ഹൗസ് ഉണ്ടോ. ട്രെയിനിലൊക്കെ ഇരുന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ലൈറ്റ് ഹൗസിനകത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല, അടുത്ത് പോലും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ലൈറ്റ് ഹൗസ് കാണാൻ പോവാണ്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിന് ചുറ്റും കുറച്ച് നേരം നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറുന്ന വഴി നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ചുറ്റി നടന്ന് കറങ്ങിയ അവസാനത്തിൽ അകത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിത് ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറാൻ പോകാം കേട്ടോ. കണ്ടത് ഇവിടം വരെ നമുക്ക് ചെരുപ്പൊക്കെ നമ്മളിത് ഇവിടെ തന്നെ എന്തൊരു അയച്ചിടണം. ഞാനിതിവിടെ ചെരുപ്പ് ഊരിടാൻ പോകാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മേളിലേക്ക് കയറി തുടങ്ങി. ഫുള്ള് വുഡനുള്ള സ്റ്റെപ്സ് ആട്ടോ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് കയറുമ്പോഴത്തേക്കും. പിന്നെ ഏറ്റവും ടോപ്പിൽ ഫ്ലോറിൽ മാത്രമാണ് ഇതുപോലെ തിരുമ്പിൻ്റെ നല്ല വെർട്ടിക്കലായിട്ടുള്ള സ്റ്റെയർ ഉള്ളത്. അത് പിള്ളേരൊക്കെ ആയിട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഫൈനലിൽ കയറി നമ്മൾ ഏറ്റവും മേളിലെത്തിയ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ബീച്ചാണ്. തൊട്ടടുത്ത് ഒരു കിട്ടുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ ഇത്ര ഒരു സ്വിമ്മിംഗ് പൂൾ കാണുന്നത്. അതൊക്കെ ഇതിൻ്റെ മേളിൽ ഇന്നുകൊണ്ട് മാത്രം കണ്ടാട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ള കാര്യം എനിക്ക് അറിയത്തി കൂടി ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടത് നമ്മുടെ സ്വന്തം ഫ്ലൈ ഓവറാണ്. നമ്മുടെ ബീച്ചിൻ്റെ നേരെ മേളിലായിട്ട്. അപ്പോൾ ആ സൈഡിലായിട്ടാണ് നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിൻ്റെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും തോന്നി. അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിനിൻ്റെ എത്തി കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം കായംകുളം ഫാസ്റ്ററായിട്ടായി പോകുന്നത്. പിന്നെ ആ ഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുപ്പാലാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ആലപ്പുഴ ടൗണിൻ്റെയും ബീച്ചിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ നിന്നാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആലപ്പുഴയുടെ ഒരു ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ ലൈറ്റ് ഹൗസിന് താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് പിള്ളേർ കൂടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഈ ഒരു വുഡൻ സ്റ്റെപ്സ് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള സ്റ്റെപ്പ് കുറച്ച് പാടായിരുന്നു കയറാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മേളിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. ലൈറ്റ് ഹൗസൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ വന്ന് നമ്മുടെ താഴെയുള്ള ചിൽഡ്രൻസ് പാർക്കിലാട്ടോ. അവിടെ നമ്മൾ കുട്ടികളുടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഗാർഡനൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻസാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹൗസ് വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ദിസ് ഈസ് സുധീഷ് ആൻഡ് പൂജ സൈനിങ് ഓഫ് ഫ്രം വ്ലോഗ് മലയാളം 2.0. താങ്ക് യു.